നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്ന ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനും ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ SCERTയിലെ ഫിസിക്സിലെ ഒരു ചാപ്റ്ററാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. SCERT ഫിസിക്സിലെ ഈ ഒരു ചാപ്റ്റർ എടുക്കാൻ കാരണം ഞാൻ OAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വന്നപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം കണ്ടു. അപ്പോൾ SCERTയിലെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഇത് 7ാം ക്ലാസ്സിലെ പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാവുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ 1-2 പോയിൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്താൽ മതി. നമുക്ക് അവിടുന്ന് ചോദ്യം വന്ന് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് പ്രതിപതനം അഥവാ പ്രതിഫലനം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ലൈറ്റ് എവിടെയെങ്കിലും വന്ന് തട്ടിയിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് പ്രതിഫലനം അഥവാ പ്രതിപതനം എന്ന് വിളിക്കുന്നത്. അറിയാലോ? ലൈറ്റ് വന്ന് ഇത് 7ാം ക്ലാസ്സിലെ പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഇതിലെ മെജോറിറ്റിയും കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. അത് നാളെ ഒരു ചോദ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതിലാദ്യം പറയുന്നത് പ്രതിപതനം അഥവാ പ്രതിഫലനം. എന്താണ് പ്രതിഫലനം? ഇപ്പോൾ ലൈറ്റ് ഏതെങ്കിലും ഒരു സർഫസിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. മിനുസമുള്ളൊരു പ്രതലത്തിൽ വന്ന് ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെ വിളിക്കുന്ന പേരാണ് ദർപ്പണങ്ങൾ അഥവാ മിറേഴ്സ്. എന്താണ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ? അവിടെ പ്രകാശം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രമമായിട്ടായിരിക്കും ഈ പ്രതിപതനം നടക്കുക. അപ്പോൾ പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിപദിപ്പിക്കുന്ന ആ സർഫസാണ് അത് എവിടെ തട്ടുമ്പോഴാണോ പ്രകാശത്തിൽ ക്രമമായ രീതിയിൽ പ്രതിപതനം നടക്കുന്നത് അതിനെയാണ് നമ്മൾ ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്രമരഹിതമായിട്ടാണ് പ്രകാശം പ്രതിപതനം സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ പ്രകാശം വന്ന് തട്ടുന്ന ആ ഒരു പ്രതലം മിനുസമല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രമമായ പ്രതിപതനം കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രതിപതനത്തിനെയാണ് പറയുന്നത് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദർപ്പണത്തിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ അതിന് ഇമേജ് ഉണ്ടായിട്ട് ആ ഇമേജ് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ആ ഒരു വസ്തുവിനെ കാണുന്നത്. എവിടെയെങ്കിലും പ്രകാശം വന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് ആ പ്രകാശത്തിൻ്റെ പ്രതിപതനം ഉണ്ടായിട്ട് നമ്മുടെ കണ്ണിൽ അത് പതിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഒരു മിറർ എന്നുണ്ടെങ്കിൽ ആ മിററിൽ പ്രകാശം ഇങ്ങനെ വന്ന് പതിക്കുന്ന ആ രേഖയിനെയാണ് പതനരേഖ, ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞത്, I എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ വന്ന് പതിക്കുന്ന പ്രകാശം അത് പ്രതിഫലനം അഥവാ പ്രതിപതനം നടക്കും. അങ്ങനെ പോകുന്ന ആ ലൈന് പറഞ്ഞ പേരാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞത്, അതായത് പ്രതിപതന രശ്മി എന്ന് പറഞ്ഞത്. പതനരശ്മിയും പ്രതിപതന രശ്മിയും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ പ്രകാശം വന്ന് പതിക്കുന്ന അവിടുന്ന് നമ്മളൊരു നോർമൽ ഒരു ലംബം വരച്ചാൽ ഇതിനെയാണ് ലംബരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലംബത്തിനും ഈ പ്രകാശം വന്ന് പതിക്കുന്ന ആ പോയിന്റിനും ഇടയ്ക്കുള്ള ആ ഒരു കോണാണ് പതന കോൺ എന്ന് പറയുന്നത്. ഈ ലംബത്തിനും ഈ പ്രകാശം വന്ന് പതിച്ചിട്ട് പ്രതിപതനം നടത്തി പോകുന്ന ആ രശ്മിക്കും ഈ ലംബത്തിനും ഈ പ്രതിപതന രേഖയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R എന്ന് പറയുന്നത്. അപ്പോൾ 2 കോണുകളാണ് ഉള്ളത്, പതന കോണും പ്രതിപതന കോണും. പതന കോൺ ഏതിനും ഇടയ്ക്കാണ്? ഈ പതന രശ്മിക്കും ലംബത്തിനും ഇടയ്ക്ക്. പ്രതിപതന കോണോ? പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ പതന കോണ്, പ്രതിപതന കോണ്, പതന രശ്മി, പ്രതിഫലന രശ്മി, ഇത്രയും പഠിച്ചല്ലോ. ഇനി സമതല ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്, കോൺകേവ് ദർപ്പണമുണ്ട്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ ആ പ്രകാശം പ്രതിപദിക്കുന്ന ആ ഒരു പ്രതലം എങ്ങനെയായിരിക്കും? നിരപ്പായിരിക്കും. ഓക്കെ, സമതലമായിരിക്കും. അതാണ് സമതല ദർപ്പണം എന്ന് പറഞ്ഞത്. പ്രകാശം വന്ന് തട്ടിയിട്ട് അത് പ്രതിപദിക്കുന്ന ആ ഒരു പ്രതലം അത് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കേവ്, ഗുഹ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക. അങ്ങനെ പ്രതിപദിക്കുന്ന പ്രതലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ കോൺകേവ് എന്ന് വിളിക്കും. അത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണെങ്കിൽ കോൺവെക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്. പ്രകാശം വന്ന് തട്ടി പ്രതിപദിക്കുന്ന പ്രതലം കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഗുഹ, കേവ് എന്ന് ഓർക്കുക. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന കോൺകേവും തള്ളിയിരിക്കുന്നത് പുറത്തേക്ക് തള്ളി വരുന്നത് കോൺവെക്സുമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പം ഒരു സമതല ദർപ്പണമാണെങ്കിൽ നോർമൽ നമ്മൾ കാണുന്ന ഒരു മിറർ, അവിടെ എങ്ങനെയാണ്? പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇമേജ് കാണൂലേ? ഇമേജ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വലതുവശം നമ്മൾ അവിടെ കാണുമ്പോൾ മിററിൽ ഇടതുവശമായിട്ടായിരിക്കും കാണുന്നത്. അല്ല, ഇടതുവശത്തുള്ളൊരു വസ്തു നമ്മൾ അവിടെ കാണുന്നത് വലതുവശത്തായിരിക്കും. ഇല്ല, ഇങ്ങനെ വശങ്ങൾ മാറി കാണാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് പാർശ്വിക വിപരീയം. സമതല ദർപ്പണത്തിൽ ഒരു പ്രകാശം വന്ന് തട്ടിയിട്ട് അതിന് ഇമേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് വലതുവശത്തുള്ളത് ഇടതുവശത്തായിട്ടും ഇടതുവശത്തുള്ളത് വലതുവശത്തുമായിട്ട് ഇങ്ങനെ വശം മാറി കാണുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രകാശം എവിടെയെങ്കിലും വന്ന് തട്ടി നമുക്കൊരു ഇമേജ് കിട്ടി. ആ കിട്ടുന്ന ഇമേജ് റിയൽ ഇമേജും ആകാം,
മിഥ്യ ഇമേജും ആകാം, വെർച്വൽ ഇമേജും ആകാം. റിയൽ ഇമേജും വരാം, വെർച്വൽ ഇമേജും വരാമെന്ന്. റിയൽ ഇമേജ് ആണെങ്കിൽ നമുക്ക് ആ ഇമേജിനെ ഉറപ്പായിട്ടൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജിനെ വിളിക്കുന്ന പേരെന്താണ്? യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് എന്നാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജിനെ വിളിക്കുന്ന പേരെന്താണ്? വെർച്വൽ ഇമേജ് അഥവാ മിഥ്യാ പ്രതിബിംബം എന്നാണ്. അതാണ് റീസെൻ്റ്ലി OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത പ്രതിബിംബത്തിനെ വിളിക്കുന്ന പേരെന്തെന്നായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ പേര്? വെർച്വൽ ഇമേജ് അഥവാ മിഥ്യാ പ്രതിബിംബം. മിഥ്യയാണ്, അതൊരിക്കലും സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഈ കോൺവെക്സും കോൺകേവും ഒക്കെ ഗോളീയ ദർപ്പണത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ഗോളീയ ദർപ്പണത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാം, വെർച്വൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി ഈ കോൺവെക്സും കോൺകേവും ഒക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺവെക്സ് മിററിനെ പറ്റി നമ്മൾ പറഞ്ഞു. കോൺവെക്സ് മിറർ നമ്മൾ കാണുന്നത് എവിടെയാണ്? ജനറലി വാഹനങ്ങളുടെയൊക്കെ റിയർ വ്യൂ ഗ്ലാസസിൽ കാണുന്നത്, റിയർ വ്യൂ മിററിൽ കാണുന്നത് കോൺവെക്സ് ആണ്, കോൺവെക്സ് മിററാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ കാണുന്നത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? ഏതാ കാണുന്നത്? വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, കുഴിഞ്ഞിരിക്കുന്നതല്ല, അത് കോൺവെക്സ് ആണ്. ഓക്കെ. അപ്പോൾ വാഹനങ്ങളുടെ കോൺവെക്സ് ആണ്. വെഹിക്കിൾസ് എന്ന് ഓർത്താൽ മതി. വെഹിക്കിൾസ് വെക്സ് അങ്ങനെ ഓർക്കുക. വെഹിക്കിൾസിൻ്റെ ചോദിച്ചാൽ വെഹിക്കിൾസിൻ്റെ റിയർ വ്യൂ മിററിൽ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് ആണ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ടോർച്ച്, അതുപോലെ ഷേവിങ് മിററിലൊക്കെ നമ്മൾ ഷേവ് ചെയ്യുന്ന മിറർ ടോർച്ചൊക്കെ ആണെങ്കിൽ അത് കോൺകേവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഷേവ് കേവ് അങ്ങനെ ഓർക്കുക. ഷേവിങ് മിററിൽ പിന്നെ ഷേവിങ് മിററും അതുപോലെ ടോർച്ചും നമ്മൾ കേവിലോട്ടൊക്കെ ടോർച്ച് അടിച്ച് നോക്കിയല്ലേ കാണാൻ പറ്റുമോ? അകത്തേക്കല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. കേവുമായിട്ട് ടോർച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ രണ്ടിനും എക്സാമ്പിൾ കിട്ടിയോ? കോൺകേവ് മിററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കോൺകേവ് ഷേവിങ് മിററിലും പിന്നെ ടോർച്ചിലുമാണ്. കോൺവെക്സ് മിററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ആപ്ലിക്കേഷനായിട്ടായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഏത് മിററാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി അതൊരു സമതല ദർപ്പണമാണ്. ഇനി പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത്, പെരിസ്കോപ്പ് കാലിഡോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിററാണ് കേട്ടോ, സമതല ദർപ്പണമാണ്. അത്ര ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി കോൺവെക്സിൽ നമ്മൾ കാണുന്ന ഇമേജ് എപ്പോഴും വസ്തുവിനേക്കാളും ചെറുതായിരിക്കും. കോൺവെക്സിൽ വസ്തുവിനേക്കാളും ചെറിയ ഇമേജ് ആയിരിക്കും കാണുന്നത്. വാഹനങ്ങളുടെ റിയർ വ്യൂ ഗ്ലാസ് എന്ന് പറയുമ്പം നമുക്ക് ആ ഒറിജിനലുള്ള വാഹനത്തിനേക്കാളും വലിയ വാഹനമാണോ കാണുക? അല്ല, ചെറുതായിട്ടായിരിക്കും കോൺവെക്സിൽ കാണുന്നത്. അതേസമയം കോൺകേവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷേവ് ചെയ്യുന്ന മിററിലൊക്കെ നമുക്ക് നന്നായിട്ട് കാണണ്ടേ, അപ്പോൾ അവിടെ വലുതായിട്ടായിരിക്കും, അത് ബിഗ് ഇമേജ് ആയിരിക്കും. അപ്പോൾ കോൺകേവ് ബിഗ് ഇമേജും കോൺവെക്സ് സ്മോൾ ഇമേജും ആയിരിക്കും എന്ന് ഓർത്തോണം. ഓക്കെ. കോൺവെക്സ് സ്മോൾ ആയിരിക്കും, കോൺകേവ് എപ്പോഴും ഗുഹ ഭയങ്കര വലുതാണ്. അങ്ങനെ കോൺകേവ് ബിഗ് ഇമേജ് ആണെന്ന് ഓർക്കണം. പ്ലെയിൻ മിറർ ആണെങ്കിൽ നമ്മളുടെ മിററിൽ നോക്കിയാൽ നമ്മളും ആ മിററിലുള്ള ആളും നമ്മൾ സെയിം സൈസാണ്, സൈസിൽ നമുക്ക് വ്യത്യാസം തോന്നാറില്ല. നമ്മളൊരു കോൺവെക്സ് മിറർ എടുത്താണ് നമ്മൾ മുഖം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ചെറുതായിരിക്കും. കോൺകേവിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വലുതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് മിററിനെ പറ്റിയിട്ടാണ്. 3 മിററാണ് നമ്മൾ പറഞ്ഞത്. പ്ലെയിൻ മിറർ, കോൺവെക്സ്, കോൺകേവ്. പ്ലെയിൻ മിറർ ആകുമ്പോൾ സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് പ്ലെയിൻ ആയിരിക്കും. പ്രകാശം വന്ന് തട്ടുന്നു, അത് പ്രതിഫലിക്കുന്നു, അല്ലേ? അത് ദർപ്പണം എന്ന് പറഞ്ഞാൽ തന്നെ ക്രമമായിട്ട് ഏതെങ്കിലും ഇൻസുലർ പ്രതലത്തിൽ തട്ടിയിട്ട് ക്രമമായിട്ട് പ്രതിഫലനം നടത്തുന്നതാണ്. അതല്ലെങ്കിൽ വിസരിത പ്രതിഫലനമാണ് പറയുന്നത്. ഇനി ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഭാഗമാണ് കോൺവെക്സും കോൺകേവും ഒക്കെ. ഈ പ്രതിഫലനം നടത്തുന്ന ആ ഒരു സർഫസ് അകത്തേക്ക് കുഴിഞ്ഞത് കോൺകേവും പുറത്തേക്ക് തള്ളിയത് കോൺവെക്സും ആയിരിക്കും. പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ മിറർ ആയിരിക്കും. ഓക്കെ. പ്ലെയിൻ മിററിലാണെങ്കിൽ നമുക്ക് സൈസ് സെയിം തന്നെയായിരിക്കും ഇമേജ്, പക്ഷേ വലതുവശത്ത് ഇടതുവശത്തുള്ള വലതായിട്ടൊക്കെ കാണുന്ന ഒരു പാർശ്വിക വിപരീയം അവിടെ നടക്കുന്നുണ്ട്. സ്ക്രീനിൽ ഇമേജ് പതിപ്പിക്കാൻ പറ്റിയാൽ അത് റിയൽ ഇമേജ് ആയിരിക്കും, പതിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. പിന്നെ വാഹനങ്ങളുടെ റിയർ വ്യൂ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? വാഹനം, വെഹിക്കിൾ, വെക്സ്, കോൺവെക്സ് ആണ്. ഷേവിംഗ് മിററിലും അതുപോലെ ടോർച്ചും കോൺകേവ് ആണ്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പിൽ പ്ലെയിൻ മിററാണ്. കോൺവെക്സിൻ്റെ ഇമേജ് ചെറുതും കോൺകേവിൻ്റെ വലുതും, നമ്മുടെ പ്ലെയിൻ മിററിലാണെങ്കിൽ സെയിം സൈസും ആയിരിക്കും. ഓക്കെ. ഇനി കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജ് ആയിരിക്കും, അല്ലേ? മിഥ്യാ പ്രതിബിംബമാണ്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ ദർപ്പണത്തിന് ഉള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്തതുമാണ്. അപ്പോൾ റിയൽ ഇമേജ് നമുക്ക് തരുന്നത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് ആണ് നമുക്ക് റിയൽ ഇമേജ് തരുന്നത് കേട്ടോ. നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത് കോൺകേവ് ദർപ്പണമാണ്. കോൺവെക്സ് മിഥ്യാ പ്രതിബിംബമായിരിക്കും, ഓർത്ത് വെച്ചോണേ. ഇനി പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം
സംഭവിക്കും. ഇപ്പോൾ ഗ്ലാസ്സിൽ നമ്മൾ സ്പൂൺ ഇട്ടു, ഇവിടെ എയർ ആണ്, ഇവിടെ വാട്ടർ ആണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പൂണൊക്കെ നമുക്ക് വളഞ്ഞിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്താണ്? പ്രതിപതനം എന്താണ്? ഒരു സർഫസിൽ വന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ അത് അവിടെ ഒരു വളവ് സംഭവിക്കും അല്ലെ, അതിൻ്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നതിനാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം. ഓക്കെ, ഇനി നമ്മൾ ലെൻസാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കോൺകേവ്, കോൺവെക്സ്, പ്ലെയിൻ, മിററിനെ പറ്റിയല്ലേ പറഞ്ഞേ. ഇനി ലെൻസിനെ പറ്റി നമുക്ക് പറയാം. ലെൻസ് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട്, കോൺവെക്സും കോൺകേവും. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യഭാഗം കനം കൂടിയതും അതിൻ്റെ വക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ആയിരിക്കോ കോൺകേവ് ആയിരിക്കോ? മധ്യഭാഗത്ത് കനം കൂടിയതും വക്കിന് കനം കുറഞ്ഞതും ഏതാണ്? കോൺവെക്സ് ആണ്. കോൺകേവ് ആണെങ്കിൽ മധ്യഭാഗത്ത് കനം കുറവായിരിക്കും, പക്ഷെ വക്കിന് നല്ല കനം ഉണ്ടായിരിക്കും. വക്കിന് നല്ല കനമുണ്ട്, വക്കാണ് നല്ലോണം കനം, നല്ല കനമുള്ളത് അതിൻ്റെ വക്കിനകത്ത് കുഴിയാണല്ലോ, അകത്ത് കനമൊന്നും വേണ്ട, അങ്ങനെ ഓർക്കണം. നമ്മൾ ആ മുന്നേ എന്താ പഠിച്ച്, കോൺകേവ് ഗുഹ പോലെയാണ്, അകത്തേക്ക് കുഴിഞ്ഞതാണല്ലോ, അപ്പോൾ അകത്ത് കനം വേണ്ട, മധ്യഭാഗത്ത് കനം വേണ്ട. അപ്പോൾ വക്കിന് നല്ല കനമുള്ളതും പിന്നെ അതിൻ്റെ മധ്യഭാഗത്ത് കനം കുറഞ്ഞതും ആണെങ്കിൽ ഏതാ? അപ്പോൾ അങ്ങനെ ഓർക്കണം നിങ്ങൾ, മധ്യഭാഗത്ത് കനം കുറവാണ്, അവിടെ കുഴിയല്ലേ, കനം വേണ്ട, അതാണ് കോൺകേവ്. അതേസമയം മധ്യഭാഗത്ത് നല്ല കനം ഉള്ളതും വക്കിന് കനം കുറഞ്ഞതും കോൺവെക്സ് ആയിരിക്കും. ഇത് ലെൻസിൻ്റെ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇനി ഒരു കോൺവെക്സ് ലെൻസ് കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ എന്തെന്നറിയോ? അവർ അടുത്ത് വരും. കോൺവെക്സ് കൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ പ്രകാശരശ്മികൾ അടുത്തേക്ക് വരും. ഓക്കെ, അടുത്തേക്ക് വരും. അപ്പോൾ കോൺവെക്സ് കൂടെ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, കോൺവെക്സ്, കൺവെർജ് അടുത്തേക്ക് വരും. കോൺകേവ് ലെൻസിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? അവർ എന്ത് ചെയ്യും? ഗുഹയിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് അവർ അകന്നു പോകും. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ ഈ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെയൊക്കെ വരുന്നത്. ഓർത്ത് വെച്ചോണം. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്. മൈക്രോസ്കോപ്പിലൊക്കെ എന്താ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടത് വലുതായിട്ടാണോ ചെറുതായിട്ടാണോ? ചെറുതിനെ വലുതാക്കി കാണിക്കണം അല്ലേ, വലിയ ഇമേജ് നമുക്ക് കിട്ടണം. ഓക്കെ, വലിയ ഇമേജ് കിട്ടുന്ന ഇവിടെ നേരെ തിരിച്ച്, മിററിൻ്റെ നേരെ തിരിച്ചാണ് ലെൻസിൽ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ബിഗ് ഇമേജ് തരുന്നത് കോൺകേവ് മിററാണ്, പക്ഷേ ലെൻസിൻ്റെ കാര്യത്തിൽ വലിയത് നമുക്ക് തരുന്നത് കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, ടെലിസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ദൂരെയുള്ള വസ്തുവിനെ അടുത്ത് കാണിക്കണം അല്ലേ, അപ്പോൾ നമുക്ക് വലുതായിട്ട് കാണണം. വലുതായിട്ട് കാണിക്കുന്നത് ഇവിടെ ലെൻസിൻ്റെ കേസിൽ വലുത് കാണിക്കുന്നത് കോൺവെക്സ് ആണ്. അപ്പോൾ ടെലിസ്കോപ്പിലും മൈക്രോസ്കോപ്പിലും നമ്മുടെ ക്യാമറയിൽ, പ്രൊജക്ടറിലും പിന്നെ നമ്മുടെ ഹാൻഡ് ലെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ആണ്, കോൺവെക്സ്. അതേസമയം നമുക്ക് ഒരു ഇമേജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മിററിൻ്റെ കേസിലാണെങ്കിൽ വലിയ ഇമേജ് നമുക്ക് തരുന്നത് നമ്മുടെ ഷേവിങ്, അതൊക്കെ വലിയ ഇമേജ് നമുക്ക് തരുന്നത് കേവ് മിററും പിന്നെ ചെറുത് വരുന്നത് കോൺവെക്സ് മിററുമാണ്. ലെൻസിൽ നേരെ തിരിച്ചാണ്. നമുക്ക് ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ, ഹാൻഡ്ലെസ് ഒക്കെ നമുക്ക് വലിയ ഇമേജ് തരുന്നത് കോൺവെക്സ് ആണ്. ക്ലിയർ ആണല്ലോ? ആ ഒരു ഡിഫറൻസ് ഓർക്കുക. ഇനി പ്രകാശം, ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മഴവിലുണ്ടാകാൻ കാരണം ഈ പ്രകീർണനം അഥവാ ഡിസ്പേർഷനാണ്. പ്രകീർണനം എന്നൊരു വാക്ക് ഓർത്ത് വെച്ചോണം, ഡിസ്പേർഷനാണ്. അപ്പം നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ പ്രതിഫലനം, പിന്നെ അപവർത്തനം, പ്രകീർണനം, 3 എണ്ണം പഠിച്ചത്. അവിടെ നമ്മൾ മിററും ലെൻസും ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. കോൺകേവും കോൺവെക്സും മിറർ എടുക്കുകയാണെങ്കിൽ കോൺകേവ് മിററിൻ്റെ പ്രത്യേകത എന്താണ്? കോൺകേവ് മിറർ ആ പ്രകാശം പ്രതിപദിപ്പിക്കുന്ന ആ സർഫസ് എന്ന് പറഞ്ഞത് അത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കും, കോൺവെക്സിൽ പുറത്തേക്ക് തള്ളിയിരിക്കും. അവിടെ റിയൽ ഇമേജ് നമുക്ക് തരുന്നത് കോൺകേവ് ആണ്. അതുപോലെ വലിയ ഇമേജ് നമുക്ക് തരുന്നതും കോൺകേവ് ആണ്. ഓക്കെ, വെർച്വൽ ഇമേജും ചെറിയ ഇമേജും നമുക്ക് തരുന്നത് കോൺവെക്സ് ആണ്. സെയിം സൈസ് തരുന്നത് നമ്മുടെ സമതല ദർപ്പണമാണ്. നമ്മുടെ ടോർച്ചിലും ഷേവിംഗ് മിററിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ഓക്കെ, പിന്നെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിലാണ് റിയൽ ഇമേജ് എന്ന് പറയുക. ഒരു ദർപ്പണത്തിന് ഉള്ളിൽ കാണുന്നത് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്തതും വെർച്വൽ ഇമേജ് ആണ്. ഇനി ലെൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് കൂടെ പ്രകാശരശ്മികളെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് കൺവേർജ്, രശ്മികൾ അടുത്ത് വരും. കോൺകേവ് ആണെങ്കിൽ അത് അകന്നു പോകും. അതുപോലെ ഈ ലെൻസ് തിരിച്ചറിയണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് ആകുമ്പോൾ മധ്യഭാഗത്ത് എന്താണ്? കനം കുറഞ്ഞതും വക്ക് കനം കൂടിയതുമാണ് കോൺകേവ്.
മധ്യഭാഗത്ത് കനം കൂടിയും വക്ക് കനം കുറഞ്ഞിരുന്നാൽ കോൺവെക്സ് ആണ്. ഓക്കെ, നമ്മുടെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ഹാൻഡ് ലെൻസ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇനി പ്രകാശത്തിന് ഒരു മാധ്യമത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ, ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രകീർണം എന്ന് പറഞ്ഞാൽ ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതാണ് പ്രകീർണനം. പ്രകീർണത്തിന് എക്സാമ്പിളാണ് മഴവിലുണ്ടാകുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ മാത്രം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ എക്സാം തൊട്ടടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ പറഞ്ഞു തരുമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു ചാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് 7 പാഠം 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. ഇവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്. ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള ഒരു പ്രതലത്തിൽ ഒരു വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതക മർദ്ദം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു യൂണിറ്റ് വിസ്തീർണമുള്ളൊരു പ്രതലം, ചെറിയ വിസ്തീർണമുള്ളൂ, ഇവിടെ ഒരു വാതകം ഒരു ബലം പ്രയോഗിച്ചാൽ അതിനെയാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. അതാണ് വാതകമർദ്ദം എന്ന് പറഞ്ഞത്. ഓക്കെ, അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണെങ്കിൽ എന്ത് പറയും? ഇവിടെ പ്രയോഗിക്കുന്ന അന്തരീക്ഷവായു ഇവിടെ ഒരു ബലം പ്രയോഗിച്ചാൽ അതിന് എന്ത് പറയും? അന്തരീക്ഷമർദ്ദം എന്ന് പറയും. അപ്പം അന്തരീക്ഷവായു ഒരു യൂണിറ്റ് പ്രതലത്തിൽ ഒരു മർദ്ദം പ്രയോഗിച്ചാൽ അതിന് പറഞ്ഞ പേരെന്താണ്? അന്തരീക്ഷമർദ്ദം. ഓക്കെ, മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. ആരാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചതെന്നറിയാമോ? ബാരോമീറ്റർ കണ്ടുപിടിച്ച ആളുടെ പേര് ടോറിസെല്ലി എന്നാണ്. ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്, ടോറിസെല്ലി. ഓക്കെ, അന്തരീക്ഷമർദ്ദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത് സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ. സൈഫൺ എന്ന് പറഞ്ഞ ഒരു ഉപകരണമുണ്ട്, സൈഫൺ. അതുപോലെ സിറിഞ്ച്, പിന്നെ സ്ട്രോ നിങ്ങൾക്കറിയാലോ. സിറിഞ്ച്, സ്ട്രോ, സൈഫൺ, അതുപോലെ ഡ്രോപ്പറൊക്കെ അന്തരീക്ഷ മർദ്ദത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി ബെർണോളി തത്വം ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളി പ്രിൻസിപ്പിൾ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ബെർണോളി തത്വം എന്ന് പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചേക്കണം. എന്താണ് ബെർണോളി തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വായു വളരെ സ്പീഡിൽ ചലിക്കുകയാണെങ്കിൽ അതിൻ്റെ മർദ്ദത്തിന് എന്ത് പറ്റും? വായുവിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ മർദ്ദം കൂടുമായിരിക്കുമോ കുറയുമായിരിക്കുമോ? മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ. ഒന്ന് ആലോചിക്കേ, വായു വളരെ സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ആ മർദ്ദം എന്ന് പറയുന്നത് കുറയും. മനസ്സിലായില്ലേ? അതായത് വായുവിൻ്റെ സ്പീഡ് കൂടുമ്പോൾ അതിൻ്റെ മർദ്ദം കുറവായിരിക്കും. പതുക്കെ പോകണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രഷർ ചെയ്ത് മർദ്ദം കൂടി സ്പീഡിൽ അങ്ങ് പോകുമ്പോൾ മർദ്ദം കുറവായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വിമാനം പറന്നു വരുന്നത്. വിമാനത്തിന് സ്പീഡ് കൂടുമ്പോൾ ആ ഒരു മർദ്ദം അവിടെ കുറയും. അപ്പോൾ വിമാനം പറന്നു വരുന്നതിൽ ഏത് തത്വം ഉപയോഗിക്കുന്നുണ്ട്? ബെർണോളി തത്വം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. അതുപോലെ കാറുകളുടെ ഒരു എയറോഡൈനാമിക് സ്ട്രക്ചർ ഉണ്ട്. കാറുകളുടെയൊക്കെ ആ എയറോഡൈനാമിക് ഘടന എന്ന് പറഞ്ഞതും ബെർണോളി തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സ്പീഡ് കൂടുന്തോറും മർദ്ദം അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇനി ഒരു ദ്രാവകമാണ് മർദ്ദം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ദ്രാവകമർദ്ദം എന്ന് പറയും. അന്തരീക്ഷവായു പ്രയോഗിക്കുന്ന മർദ്ദമാണ് അന്തരീക്ഷമർദ്ദം, ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുമ്പോൾ മർദ്ദം കൂടുമായിരിക്കുമോ? അപ്പം ഇതിനകത്ത് നിറയെ ദ്രാവകമുണ്ട്. ഇവിടെ നിന്നുള്ള ആഴം കൂടുന്തോറും അത് ഇവിടെയാണോ ഇവിടെയായിരിക്കുമോ മർദ്ദം കൂടുതൽ? ആഴം കൂടുന്തോറും മർദ്ദം എങ്ങനെയായിരിക്കും? മർദ്ദം എന്ന് പറഞ്ഞൊരു പ്രഷറാണല്ലോ അല്ലേ? ഇപ്പം 2 പേര് ഒരു സ്ഥലത്ത് കയറിയിരുന്നു, തൊട്ട് താഴെ ഒരു വെയിറ്റ് ഉണ്ടാവും. 3 പേര് കയറി ഇരുന്നിട്ട് ഇത്രയോടെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിലോ വെയിറ്റ് എന്ത് ചെയ്യും? ആൾ കൂടുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് അല്ലേ, ആ ആഴം കൂടുന്ന അനുസരിച്ച് മർദ്ദം എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. കാരണം മേളിലുള്ള ലെയേഴ്സിൻ്റെ എല്ലാം കൂടെ മർദ്ദം ഇവിടെ ഏറ്റവും താഴെ വരുമല്ലേ. അപ്പോൾ ഓർത്തോണം, ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും മർദ്ദം കൂടുമായിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ട്? ബെർണോളി പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വിമാനം പറന്നു വരുന്നതും, പിന്നെ കാറിൻ്റെ ആ ഒരു എയറോഡൈനാമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞതും. പിന്നെ നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കുക. സ്പീഡ് എന്താണ് ബെർണോളി തത്വം അല്ലേ? സ്പീഡ് കൂടുമ്പോൾ മർദ്ദം കുറയുവാണ്, ദ്രാവകത്തിൽ ആഴം കൂടുമ്പോൾ മർദ്ദവും കൂടുവാണ്. മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചൊരു ടോറിസെല്ലിയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രതലത്തിൽ അന്തരീക്ഷവായു കൊടുക്കുന്ന ആ ഒരു ബലമാണ് അന്തരീക്ഷമർദ്ദം. ദ്രാവകം കൊടുക്കുന്നതാണെങ്കിൽ ദ്രാവകമർദ്ദം. ഇത്രയും ഓക്കെയാണ്. ഇനി മറ്റൊരു SCRT ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ താപം ഒഴുകുന്ന വഴികൾ കേട്ടോ. താപത്തെ പറ്റിയിട്ട്
താപം അഥവാ ഹീറ്റ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ? ഇല്ലേ, നമ്മൾ ഇപ്പോൾ തവിയും കൊണ്ട് ഇളക്കുകയാണെങ്കിൽ സ്പൂണാണെന്നുണ്ടെങ്കിൽ സ്പൂണിൽ ചൂട് അവിടെ പിടിച്ചിട്ട് ഈ എൻഡിൽ നമുക്ക് ചൂട് കിട്ടാറില്ലേ? അങ്ങനെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതിനെ പറയുന്ന പേരാണ് താപപ്രേഷണം. എന്താണ് താപപ്രേഷണം എന്ന് ചോദിച്ചാൽ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നതിനെയാണ് എന്ത് പറയുക? താപപ്രേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. അപ്പോൾ താപപ്രേഷണത്തിന് ഒരു രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ. എന്താണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു പാത്രമുണ്ട്, നമ്മളൊരു സ്പൂണ് അല്ലേ, ഒരു സ്പൂണ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ എവിടെയാണ് സ്പൂണ്, നമ്മുടെ കൈ ഇവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇളക്കണ സമയത്ത് നമ്മളിവിടെ ഇട്ടായിരിക്കും ഇളക്കുന്നത്. അപ്പോൾ തീ കിട്ടി, ഇതിന് ചൂട് കിട്ടി. ഇവിടുത്തെ തന്മാത്ര ആ ചൂടിനെ വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത തന്മാത്രയ്ക്ക് കൊടുക്കും. ആ തന്മാത്ര ചൂടിനെ അടുത്ത തന്മാത്രയ്ക്ക് കൊടുക്കും. അങ്ങനെ ഈ തന്മാത്രകളിൽ കൂടെ ഇങ്ങനെ ചൂട് വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലും കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് തന്മാത്രയുടെ താപം സ്വീകരിച്ച് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചാലകങ്ങളെയാണ് സുചാലകങ്ങൾ എന്ന് പറയുന്നത്. താപത്തിനെ നന്നായിട്ട് കടത്തി വിടുവാണെങ്കിൽ സുചാലകം എന്ന് പറയും. നന്നായിട്ട് കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ കുചാലകം. പ്രഷർ കുക്കറിൻ്റെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയൊക്കെ കൈപ്പിടി, നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെയൊക്കെ ആ ഒരു പിടി ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഈ ഒരു പിടി, നമ്മൾ ആ പാത്രം കൈകൊണ്ട് പിടിച്ചിട്ടല്ലേ എടുക്കുന്നത്. ആ പിടിയിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടാറില്ലല്ലോ. എന്തുകൊണ്ടിട്ടാണ്? അത് ഉണ്ടാക്കിയിരിക്കുന്ന ബേക്ക്ലൈറ്റ് കൊണ്ടിട്ടാണ്. ബേക്ക്ലൈറ്റ് അപ്പം അത്ര നല്ലൊരു ചാലകമല്ല നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പിടിയൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രഷർ കുക്കറിൻ്റെ ഒക്കെ പിടി എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ബേക്ക്ലൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വേറെ രീതിയിലുള്ള താപപ്രേഷണം പറഞ്ഞുതരാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. അപ്പോൾ ഇവിടെ ഒരു തന്മാത്ര ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊടുത്തല്ല, ഇവിടുന്ന് തന്മാത്ര ഇങ്ങോട്ട് മാറി. അങ്ങനെ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞത്. കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വാതകങ്ങളിലും അതുപോലെ തന്നെ ദ്രാവകങ്ങളിലും ഒക്കെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സംവഹന രീതിയെ കാണുന്നത്. വാതകങ്ങളിലൊക്കെ ചൂടുണ്ടാവുന്നത് തന്മാത്രയുടെ സ്ഥാനമാറ്റം കൊണ്ടിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? വാതകങ്ങളിലൊക്കെ ദ്രാവകങ്ങളിലൊക്കെ അപ്പോൾ ഏത് രീതിയിലാണ് താപപ്രേഷണം നടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഖരപദാർത്ഥങ്ങളിലൊക്കെ നോർമലി തന്മാത്രകൾ താപത്തിനെ സ്വീകരിച്ച് മാറ്റുകയാണ്, ചാലനമാണ്. പക്ഷേ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും കൺവെക്ഷനാണ് നടക്കുന്നത്. കൺവെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഇനി വേറൊരു രീതിയും കൂടി ഉണ്ട് ഈ താപപ്രേഷണത്തിന്. അതായത് ഒരു മാധ്യമത്തിൻ്റെ ഒരുത്തിൻ്റെ സഹായം ആവശ്യമില്ല. ഒരു മാധ്യമത്തിൻ്റെയും സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയുണ്ട്. അതാണ് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ ഇപ്പോൾ സൂര്യൻ്റെ ചൂട് നമുക്ക് കിട്ടാറുണ്ട്. ആരും അവിടെ നിന്ന് മേടിച്ച് അത് ചിലപ്പോൾ ഒരു മീഡിയം ഇല്ലെങ്കിലും, ഇപ്പോൾ ശൂന്യാകാശത്തിൽ കൂടി ഇങ്ങ് വരുന്നില്ലേ, ഒരു മീഡിയവും ഇല്ലെങ്കിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറഞ്ഞ പേരെന്താണ്? അതാണ് റേഡിയേഷൻ അഥവാ വികിരണം. ഓക്കെ, മിനുസമുള്ള ഒരു പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. ഇപ്പോൾ ഒരു സൂര്യനിൽ നിന്ന് വരുന്ന ചൂടൊക്കെ നല്ലൊരു പ്ലെയിൻ സർഫസിൽ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് പ്രതിപദിപ്പിക്കുന്നത് കാണാൻ പറ്റാറുണ്ട്. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ എന്ത് ചെയ്യും? പ്രതിപദിപ്പിക്കും. ഇനി വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സൺലൈറ്റ് മാത്രമല്ല, നമ്മുടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് അല്ലെ, ഇൻക്യുബേറ്റർ വെച്ച് കൊടുത്തിട്ട് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വെക്കുമ്പോൾ ആ മുട്ടയ്ക്ക് ചൂട് കിട്ടിയിട്ടാണ് മുട്ട വിരിയുന്നത്. അത് ഇതുപോലെ റേഡിയേഷനാണ്, വികിരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിന് താപനിലയുണ്ട്. ശരീര താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണെന്നറിയാവോ? ആ തെർമോമീറ്റർ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. നമുക്കറിയാം തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമോമീറ്ററാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 2 തെർമോമീറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കണം, ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്റർ. ലബോറട്ടറി തെർമോമീറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി പറഞ്ഞാൽ എങ്ങനെയാണ്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി പദാർത്ഥങ്ങൾക്ക് താപം ലഭിക്കുമ്പോൾ അവർ വികസിക്കുകയായിരിക്കുമോ സങ്കോചിക്കുകയായിരിക്കും? ഒരു പദാർത്ഥത്തിന് ചൂട് കിട്ടുമ്പോൾ ആൾ വികസിക്കുകയോ സങ്കോചിക്കുമോ? അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കും, നമുക്ക് പെട്ടെന്ന് ചൂട് കിട്ടിയാൽ നമ്മൾ വികസിക്കുകയോ നമ്മൾ കുറച്ചും കൂടി സങ്കോചിച്ചിരിക്കുമോ? നമ്മൾ ചൂട് കിട്ടിയാൽ എനിക്ക് ഓടില്ല, അങ്ങനെ ഓർത്താൽ മതി. താപം കിട്ടുമ്പോൾ വികസിക്കും, താപം കുറയുമ്പോൾ സങ്കോചിക്കും.
ചൂട് കിട്ടുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കടൽക്കാറ്റ്, കരക്കാറ്റ്. ഈ ഭാഗത്ത് ഈ കടൽക്കാറ്റും കരക്കാറ്റും സംഭവിക്കുന്നത് ഈ ഒരു താപപ്രേഷണത്തിൻ്റെ വ്യത്യാസം കൊണ്ടിട്ടാണ്. അതെങ്ങനെയാണ്? ഇത്രയും ഓർത്താൽ മതി. കര എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. കടൽ എന്ന് പറഞ്ഞ ആൾ പതുക്കെ ചൂടായി പതുക്കെ തണുക്കും. ഓക്കെ, അപ്പം നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു, ചൂട് വരുന്നു. കര എന്ത് ചെയ്യും? കര അങ്ങോട്ട് പെട്ടെന്ന് ചൂടാകും. പെട്ടെന്ന് ചൂടാകുമ്പോഴത്തേക്കും എന്ത് പറ്റും? കര പെട്ടെന്ന് ചൂടായി കടലിനേക്കാളും ചൂട് പിടിച്ചു. ഓക്കെ, അപ്പോൾ കടൽ അവിടെ തണുത്ത് കിടക്കുമായിരിക്കും. അപ്പോൾ പകൽ സമയത്ത് എന്ത് പറ്റും? കര അങ്ങ് ചൂട് പിടിക്കുമ്പോൾ പാവം കടലിന് തോന്നും, അയ്യോ കര ആകെ ചൂടായി നിൽക്കുക, അവനൊന്ന് തണുപ്പിക്കണമെന്ന്. അപ്പോൾ കടൽ എന്ത് ചെയ്യും? കരയിലേക്ക് കാറ്റ് വീശും. കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും. അപ്പോൾ പകൽ സമയത്ത് ആര് ചൂട് പിടിച്ചു? കര ചൂട് പിടിച്ച് കിടക്കുകയാണ്. കരയ്ക്ക് ചൂടാണ് കേട്ടോ. അപ്പോൾ കടൽ എന്ത് ചെയ്യും? കടൽ വളരെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇവൻ ചൂട് പിടിച്ചിരിക്കുക, എന്നാൽ ഞാനൊന്ന് തണുപ്പിച്ചേക്കാന്ന് കരുതിയിട്ട് പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് എന്ത് കിട്ടും? കാറ്റ് കിട്ടും. ശരിക്കും എൻ്റെ പ്രിൻസിപ്പിൾ എന്താ? കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? ചലിക്കുന്ന വായുവല്ലേ കാറ്റ്. എപ്പോഴും മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും കാറ്റ് വീശുന്നത്, അല്ലേ? എപ്പോഴാണ് മർദ്ദം കൂടുന്നത്? മർദ്ദം കൂടുന്നത് ചൂടുള്ളപ്പോഴാണ്, തണുക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പകൽ സമയത്ത് കരയിൽ ചൂടാണ്, കടലിൽ തണുപ്പാണ്. കടലിൽ തണുപ്പുള്ളപ്പോഴാണ് അവിടെ എന്ത് പറ്റുന്നത്? മർദ്ദം കൂടുതൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ചൂട് കൂടുമ്പോൾ മർദ്ദം അവിടെ കുറയും. ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടും. ചൂടും മർദ്ദം ഓപ്പോസിറ്റാണെന്ന് ഓർക്കുക. ഓക്കെ, ചൂടും മർദ്ദം എപ്പോഴും ഓപ്പോസിറ്റാണ്. അപ്പോൾ പകൽ സമയത്ത് കരയിൽ ഭയങ്കര ചൂടല്ലേ? ചൂടിങ്ങനെ കൂടുമ്പോഴേക്കും മർദ്ദം കുറവായിരിക്കും, പ്രഷർ കുറവായിരിക്കും. പക്ഷെ കടലിന് കരയിനേക്കാളും എന്തായിരിക്കും? പകൽ സമയത്ത് ചൂട് കുറവായിരിക്കും, അവിടെ തണുപ്പായിരിക്കും. അപ്പോൾ അവിടെ മർദ്ദം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ മർദ്ദം കൂടിയ കടൽ ഭാഗത്തു നിന്ന് മർദ്ദം കുറഞ്ഞ കരഭാഗത്തേക്ക് എന്ത് ചെയ്യും? കാറ്റ് വീശും. അപ്പോൾ കടൽ പകൽ എന്ന് ഓർക്കുക. പകൽ കടലിൽ നിന്നും, പകൽ സമയത്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഓർത്താൽ മതി. ആ പേര് വെച്ചിട്ട് കാറ്റിന് പേരിടുന്നത്. കടലിൽ നിന്നാണ് കാറ്റ് വീശുന്നെങ്കിൽ കടൽക്കാറ്റ്, കരയിൽ നിന്നാണ് കാറ്റ് വീശുന്നെങ്കിൽ കരക്കാറ്റ്. അപ്പം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു കടൽക്കാറ്റ്, കടൽക്കാറ്റ് പകൽ വീശുന്നു. കടൽ പകൽ, അത്രേ ഓർക്കുക. അപ്പോൾ കടൽക്കാറ്റ് എപ്പോഴാണ്? പകൽ സമയത്ത്. അപ്പോൾ കരക്കാറ്റ് രാത്രി സമയത്ത്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രാത്രിയിൽ എന്ത് സംഭവിക്കും? രാത്രിയാകുമ്പോൾ ഈ കര പെട്ടെന്ന് ചൂടാകുമ്പോൾ പെട്ടെന്ന് തണുക്കുമല്ലോ. രാത്രിയായി സൂര്യൻ പോയി കര അങ്ങോട്ട് തണുത്തു. അപ്പോൾ എന്ത് പറ്റും? അവിടെ മർദ്ദം കൂടുതലായിരിക്കും. കടൽ അപ്പോഴും എന്താണ്? പതുക്കെ പകൽ ചൂട് പിടിച്ച് കടൽ അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കര നോക്കുമ്പോൾ കര തണുത്തിരിക്കുന്നു, കടൽ ചൂടായിട്ടിരിക്കണം. അപ്പോൾ കര വിചാരിക്കും, രാവിലെ പകൽ അവൻ എന്നെ സഹായിച്ചല്ലേ, എനിക്ക് കാറ്റ് തന്നാലേ, ഞാൻ ഇത്തിരി കാറ്റ് അവന് കൊടുത്തേക്കാന്നല്ലേ. കാരണം അവിടെ കടൽ ചൂടായിട്ടിരിക്കുക. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശും, അല്ലേ? യഥാർത്ഥ പ്രിൻസിപ്പിൾ എന്താ? രാത്രിയാകുമ്പോൾ കര തണുക്കും. അവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും? തണുക്കുമ്പം പ്രഷർ കരയിൽ കൂടുതലായിരിക്കും, കടൽ പതുക്കിയേ തണുക്കുള്ളൂ. അപ്പോൾ കടലിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കൂടിയ കരയിൽ നിന്നും പ്രഷർ കുറഞ്ഞ കടലിലേക്ക് രാത്രി സമയത്ത് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും എന്ത് രീതിയിലുള്ള താപപ്രേഷണം എന്നറിയാവോ? സംവഹനം എന്ന് പറയുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാകുന്ന ആ ഒരു താപപ്രേഷണമാണ് കടൽക്കാറ്റും കരക്കാറ്റും എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യപ്രകാശമാണെങ്കിൽ ഭൂമിയുടെ, ഇപ്പോൾ ഇത് എർത്താണെങ്കിൽ ഭൂമിയുടെ മധ്യരേഖ പ്രദേശത്താണെങ്കിൽ സണ്ണിൻ്റെ ലൈറ്റ് ലംബമായിട്ടായിരിക്കും കിട്ടുന്നത്. സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന ഏത് മാസങ്ങളെന്നറിയാവോ? മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ്. ഓൾ ഇന്ത്യ കേട്ടോ പറഞ്ഞത്, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള പോയിന്റ്സ് താപവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 3 രീതിയിലുള്ള താപപ്രേഷണമാണ് പഠിച്ചത്. എന്താണ്? ചാലനം, പിന്നെ സംവഹനം, വികിരണം. ചാലനം എന്ന് വെച്ചാൽ കണ്ടക്ഷനാണ്. തന്മാത്രകളിൽ താപത്തെ സ്വീകരിച്ച് ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയ്ക്ക് കൊടുത്ത അങ്ങനെ താപപ്രേഷണമാണ്. ഒരു തന്മാത്രയിൽ നിന്ന് താപം സ്വീകരിച്ച് കൊണ്ടിരുന്നതാണ് എന്തെന്ന് പറഞ്ഞ ചാലനം. രണ്ടാമത്തത് നമ്മുടെ കറിയൊക്കെ ചൂടാകുമ്പോൾ, അല്ല അങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഒക്കെ പിടി ബാക്ക് ലൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കുജാലകമാണ്. പിന്നെ സംവഹനം എന്ന് പറഞ്ഞാൽ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുകയാണ്. എക്സാമ്പിളാണ് കരക്കാറ്റും കടൽക്കാറ്റും. പകൽ സമയത്ത് കടലിൽ നിന്നും, മർദ്ദം കൂടിയ കടലിൽ നിന്നും മർദ്ദം കുറഞ്ഞ കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രാത്രി സമയത്ത് മർദ്ദം കൂടിയ കരയിൽ നിന്നും മർദ്ദം കുറഞ്ഞ കടലിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രണ്ടും ഇതിന് എക്സാമ്പിളാണ്, സംവഹനത്തിന് എക്സാമ്പിളാണ്. ഇനി മാധ്യമത്തിന് സഹായമൊന്നും ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറഞ്ഞത്. നമ്മുടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയണത്, സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതൊക്കെ വികിരണത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ലബോറട്ടറി തെർമോമീറ്റർ വെച്ച് 200 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ പഠിച്ചത് താപം കൂടുമ്പം സങ്കോചന വികാസമാണോ, താപം കൂടുമ്പോൾ വികസിക്കുകയും താപം കുറയുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു അല്ലേ. പദാർത്ഥങ്ങൾക്ക് താപം ലഭിക്കുമ്പോൾ വികസിക്കും, താപം കുറയുമ്പോൾ സങ്കോചിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ്, ഈ താപം, പ്രകാശം, മർദ്ദം, ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാക്സിമം SCERTന്ന് നിങ്ങൾ സയൻസും സോഷ്യലും, ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാക്സിമം SCERT നന്നായിട്ട് നോക്കിയിട്ട് പോകും. അതാണ് നമുക്ക് ഉറപ്പായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യം. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഉറപ്പിക്കുക, ബാക്കി വരണോടത്ത് കാണാമെന്ന് വിചാരിക്കുക. പിന്നെ കറണ്ട് അഫെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കിയിട്ട് പോവുക. സമയം കിട്ടുന്ന പോലെ കൂടുതൽ ക്ലാസ് തരാം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസ് ആയിട്ട് അറിയിക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ബാച്ചാണ്. നിങ്ങൾക്കിനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിന് 2,999 ആണ് ഫീസ് വരുന്നത്. 6 months ഡ്യൂറേഷനിലാണ്. ലൈവ് സെഷൻസ് മാത്രമല്ല, റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നോട്ട്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ക്ലാസ്സിലിരുന്ന് പഠിച്ചു പോകുന്നൊരു മെത്തേഡാണ്. ടെസ്റ്റ് പേപ്പേഴ്സും റിവിഷനും ഒക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവിടെ നമ്പർ കൊടുക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.